ബിഗ് ബോസ് തുടങ്ങിയിട്ട് 2-3 ദിവസങ്ങളെ ആകുന്നുള്ളൂ. പക്ഷെ ഇതിനകം ഒരു വൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഇപ്രാവശ്യം ബിഗ് ബോസ് മാതിരി ഇപ്രാവശ്യം ഈസി ആയിട്ട് ആർക്കും ഇത് രാജാവാകാൻ പറ്റില്ല. രാജാവാകാൻ ചിലർ കാണിക്കുന്ന ചില കോപ്രായങ്ങളും അതിനകത്ത് കാണാം. അതൊക്കെ അവിടെ നമുക്ക് പതുക്കെ പറയാം. ആദ്യമായിട്ട് ഇന്നത്തെ ഒരു വൻ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് 4 പേരെ തിരഞ്ഞെടുക്കുക. അതായത് ഇതൊരു വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആ തെരഞ്ഞെടുക്കുന്നവര് 4 പേരെന്ന് പറയുമ്പം ഷാനവാസ്, ശൈത്യ, നസില്, പിന്നെ റെനിക്കും ബിൻസിക്കും 7 പോയിന്റ് വെച്ച് അവരും ഉണ്ട്. അപ്പൊ ഇവരാണ് ഈ വെളിയില് ഗാർഡനിലാണ് കിടക്കേണ്ടത്. കട്ടിലിൽ കിടക്കുമ്പോൾ ഒരു സമയത്ത് ഒരാകെ കട്ടിലേ കിടക്കാൻ പറ്റത്തുള്ളൂ, ബാക്കിയുള്ളവർക്ക് അടുത്തിരുന്ന് ഉറങ്ങാം. ഈ സമയത്ത് ഈ ഉറങ്ങുന്ന കട്ടിലോട് കൂടി തന്നെ ഒരു റെഡ് സോൺ വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇയാള് എവിക്റ്റ് ആകും എന്നതിൽ 100% ഉറപ്പാണ്. പക്ഷെ അതിനു മുമ്പേ ആൾ ഉണരുകയാണെങ്കിൽ ലൈറ്റ് എല്ലാം ഈ രാത്രിയിലാണ് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞുള്ള പരിപാടിയാണ് ഈ പറയുന്നത്. അപ്പോൾ ലൈറ്റ് ഓൺ ആകും, അയാൾക്ക് എവിക്റ്റ് ആകത്തില്ല. അതൊക്കെയാണ് ഇന്നത്തിലൊരു കാര്യം. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാല് രാത്രി ഇനി ഉറക്കമില്ലാത്ത ഒരാഴ്ച, അടുത്ത വെള്ളിയാഴ്ച വരെ പോകുന്ന ഒരു കഠിനമായ ഒരു ടാസ്ക് ആണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ശരി, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രശ്നങ്ങളുള്ള രീതിയിലാണ് പോകുന്നത്. ഇതിനകത്തില് 4 പേർക്കൂടെ ഉറങ്ങാൻ പറ്റത്തില്ല, ഒരാൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ആ കട്ടിലില് ഒരാളെ ഉറങ്ങാവുള്ളൂ എന്നൊക്കെയുള്ള നിയമമുണ്ട്. അപ്പൊ ഇതാണ് ഇതിനകത്തിലെ കാര്യം. പിന്നെ ഇതിനകത്തില് ഈ ഒരു 3-4 പേര് ഇതിനകത്തില് ഏറ്റവും വിമർശിക്കപ്പെട്ട ആള് ഷാനവാസ് തന്നെയാണ്. ഷാനവാസാണ് ഈ ലിസ്റ്റിലും വന്നിട്ടുള്ളത്. ഈ ഷാനവാസ് പല കാര്യങ്ങളിലും ഈ സീരിയലിലെ എന്തുവാ വില്ലൻ കഥാപാത്രത്തിന്റെ മാതിരി എല്ലാ കാര്യങ്ങളും, ഒരു കാര്യം പറഞ്ഞാൽ അടുത്തതിന് ഉടക്കുക, ഒരു കാര്യം പറഞ്ഞാൽ അടുത്തതിന് ഉടക്കുക. പിന്നെ തന്ത്രപരമായി കളിക്കുന്ന ആരൊക്കെയെന്ന് ചോദിച്ചാൽ അനീഷ് ഈ ചൂണ്ടയിട്ട് കൊടുത്ത് മീനെ പിടിച്ചിട്ട് ഇങ്ങനെ മിണ്ടാ നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. അനീഷിന്റെ തന്ത്രമാണതെന്ന് മനസ്സിലാക്കാൻ ഇവര് ഇപ്പോൾ റന ഫാത്തിമയൊക്കെ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് തന്ത്രമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ പലരും ഇത് മനസ്സിലാക്കാതെ അനീഷിന് നേരെ പനിശരത്തൊക്കെ കിടന്ന് കയർക്കുന്ന കുറെ രംഗങ്ങളാണ് അവിടെ കാണുന്നത്. രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഗുഡ് മോർണിംഗിനെതിരെയുള്ള, അനീഷിനെതിരെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് തിരിച്ചു പറയത്തില്ല, സുപ്രഭാതേ പറയത്തുള്ളൂ എന്നും പറഞ്ഞ് ഇവര് ശരത്തും അനുമോളും മറ്റവരും മറിച്ച് എല്ലാം കൂടെ അവന്റെ നേരെ. ഇപ്പോൾ അയാള് വളരെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാണ്, സ്പേസ് യൂസ് ചെയ്യുന്ന ഒരു താരമായിട്ടാണ് എനിക്ക് അനീഷിനെ കാണാൻ പറ്റുന്നത്. എന്നാൽ ഷാനവാസോ അല്ലെങ്കിൽ ശരത്തോ ഒക്കെ എന്ന് പറഞ്ഞാല് എന്തൊക്കെയോ ഈ ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത സാധനങ്ങള് കിടന്ന് ബഹളം ഉണ്ടാക്കിയാൽ അതിനകത്തില് ഗപ്പ് നേടും എന്നൊക്കെയുള്ളൊരു തോന്നൽ ഇവർക്കാണ് തോന്നുന്നത്. എന്തായാലും ശരി, നമുക്ക് കാണുമ്പോഴേ ഈ ഒരു വ്യൂവേഴ്സ് എന്ന നിലയിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിനകത്തൊരു റിയൽ ഒരു കാര്യമില്ല. അങ്ങനെയുള്ളൊരു പോക്കാണ് കാണുന്നത്. പിന്നെ ഇടയ്ക്ക് നടന്ന ചില സംഭവങ്ങളൊക്കെ നടന്നത്, ശരത്തിന്റെ ഒരു പെടലി വേദന സംബന്ധിച്ചിട്ട് അനുവായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു. ഡോക്ടർമാര് മരുന്ന് എഴുതുന്നത് പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ ഒരു തർക്കം ഉണ്ടായി. അനുവിന്റെ ഒരു പൊട്ടിക്കരച്ചിലും ഒക്കെ. അനു ഈ ബിഗ് ബോസിൽ വരുമ്പോ തന്നെ ഒരു ശബ്ദം എടുത്തിട്ടാണ് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിട്ടാണ് വന്നത്, കരയത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ അനുമോളൊക്കെ കരയുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ആദ്യത്തെ ദിവസം തന്നെ അറിയാം അനുമോള് കരയുമെന്നുള്ള വെളിയിൽ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പറഞ്ഞു. അനുമോക്കൊന്നും കരയായിരിക്കാൻ പറ്റില്ല. കാര്യം പെണ്ണിന്റെ മനസ്സെന്നൊക്കെ പറഞ്ഞല്ലേ, അല്ലെങ്കിൽ ഇതിനകത്തിൽ ചിലരൊക്കെ ഉണ്ട്, സ്ട്രോങ് ലേഡീസ് ഉണ്ട്, അവരൊന്നും കരയത്തുമില്ല, അവർ ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ചിലരൊക്കെ എന്തിനാ വാഴകളെന്നും ലാലേട്ടൻ പറഞ്ഞത്, വാഴകള് പൂമ്പൊടിക്കുക എന്നൊക്കെ പറഞ്ഞ സത്യം, വാഴകൾ കുറെ ഉണ്ട്. ഇവരൊക്കെ ആ ബിൻസി, ശൈത്യ, അതുപോലെ ശാരിക കിടന്ന് ഹോട്ട് സീറ്റിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ശാരികയുടെ ഒക്കെ നാവ് തപ്പി നോക്കേണ്ട ഗതികേടാണ്. ഇതിനകത്തില് ശരത്ത്, പിന്നെ അനീഷ്, ഷാനവാസ്, ഇങ്ങനെ ഒരു 3-4 പേര് ഒപ്പം, അതിനൊപ്പം പിന്നെ ജസില് നല്ലപോലെ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ
ഇത് ലേഡീസിലെ അനുമോള് ഈ ആദ്യത്തെ ദിവസം കിടന്ന് കുറെ ജാട കാണുന്നെങ്കിൽ രണാസുതി ഇപ്പം മിണ്ടുന്നില്ല. രണാസുതി ഇപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ ഇടയ്ക്കൂടെ ഇങ്ങനെ പോകുന്ന കാണാം. പിന്നെ പോയി ലിപ്സ്റ്റിക് ഇടുന്ന കാണാം. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെയാണ് രണാസുതിക്ക് ഇവിടെ. എന്തൊക്കെയായി തീരുവോന്ന് അറിയത്തില്ല. ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇവരെ എല്ലാരും കൂടെ ഇതുണ്ടല്ലോ റൂമിലെ മെയിൻ റൂമിലേക്ക് വിളിച്ചു ഇരുത്തിയുള്ള ചില ബിഗ് ബോസ് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ രാവിലെ നടന്ന പരിപാടികളൊക്കെ തന്നെ ബിഗ് ബോസ് പറഞ്ഞ ഒരു സത്യമുണ്ട്. കാര്യം ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്ന് ബിഗ് ബോസ് പബ്ലിക്കിൽ ഒരു ഭർത്താവിനോ ടോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ബിഗ് ബോസ് പറയുന്നു നിങ്ങൾക്കിപ്പം മനസ്സിലായല്ലോ, പക്ഷെ എനിക്കിപ്പം മനസ്സിലായി ഇന്നിവിടെ നടന്നതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ്, നിങ്ങൾ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. റീക്രിയേറ്റ് ചെയ്യണം പറയുമ്പോഴും ആ ഡോക്ടറുടെ ആ പ്രശ്നം ഞാൻ വിചാരിച്ചു അത് വരുമെന്ന്, പക്ഷെ അത് വന്നില്ല. ആ സമയത്ത് ഈ സുപ്രഭാതം എടുത്തിട്ടുകൊണ്ട് ശരത്ത് കാണിച്ച കുറെ കാര്യങ്ങളാണ്. അതായത് അനീഷിനെ പ്രൊവോക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഒപ്പം ചിലരൊക്കെ സൈഡ് പിടിച്ചു നിന്നു. ഇതൊക്കെയാണ് ആ സമയത്ത് നടന്നത്. പിന്നെ ഇന്നത്തെ പണിപ്പുര ആദ്യമായിട്ട് പറയട്ടെ, ബിഗ് ബോസിലെ ഇന്ന് വൈകിട്ട് നടക്കുന്ന കാര്യങ്ങൾ രാവിലെ മുതൽ തന്നെ ഇത് എങ്ങനെ ലീക്ക് ചെയ്യുന്നു? ഏഷ്യാനെറ്റിന്റെ തന്ത്രമാണോ ഇത്? ബിഗ് ബോസിന്റെ സോഷ്യൽ മീഡിയയില് ഇവരുടെ കണ്ടന്റ് ഒന്നും ആർക്ക് യൂസ് ചെയ്യാൻ ഒരു റൈറ്റും ഇല്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും, അല്ലെങ്കിൽ പണി കിട്ടും. ഇപ്പൊ ആ രീതിയിൽ പോകുന്നവർ ഇവരെന്തിന് ഈ തന്ത്രം ഏഷ്യാനെറ്റ് എടുക്കുന്നു? ജനങ്ങളെ, അതായത് കൂടുതൽ കാണുവാനുള്ള അവസരം സോഷ്യൽ മീഡിയയിലെ ആൾക്കാര്, അതായത് യൂട്യൂബേഴ്സ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ഇന്ന് മനഃപൂർവ്വം ഈ പറഞ്ഞ ലീക്ക് ആകുന്നതല്ല. എങ്ങനെ ലീക്കാകും? ബിഗ് ബോസില് അത്രയും സെക്യൂരിറ്റി ഉള്ളിടത്ത്, ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉള്ളിടത്ത് എങ്ങനെ ഇതിനകത്ത് ലീക്കാവും? ഇത് ഏഷ്യാനെറ്റിന്റെ ഒരു തന്ത്രമാണ്. പക്ഷെ അതിനകത്തില് ഒരു രേവതി, അവര് ഏഷ്യാനെറ്റിന്റെ ഒഫീഷ്യൽ ആളായിട്ട് ഉള്ള രീതിയിലാണ് തിരുവനന്തപുരത്ത് നിന്നാന്ന് തോന്നുന്നു ആ ലേഡി ഇതിനു മുമ്പേ തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റ് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത് എന്തായാലും ഏഷ്യാനെറ്റ് ജനങ്ങളെ വലിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുള്ളൂ. അല്ലെങ്കിൽ സത്യസന്ധമാണെങ്കിൽ ഏഷ്യാനെറ്റ് നാളെ മുതൽ അന്തസ്സായിട്ട് ഈ ലീക്ക് ചെയ്യുന്ന പരിപാടി പ്രോഗ്രാം കണ്ടതിന് ശേഷം റിയാക്ട് ചെയ്തോട്ടെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റോസ്റ്റ് ചെയ്തോട്ടെ. പക്ഷെ അതിനു മുമ്പേ രാവിലെ ഇന്നത് പ്രധാനപ്പെട്ട കണ്ടന്റ് ഇന്നതാണ് അവിടെ നടക്കുന്നത്, ഇവർക്ക് എങ്ങനെ കിട്ടുന്നു? ഇവർക്ക് എങ്ങനെ കണ്ടന്റ് കിട്ടുന്നു? അത് ഏഷ്യാനെറ്റ് ഇതിന്റെ സത്യസന്ധത ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. പണിപ്പുരയിൽ പോയി എല്ലാവർക്കും പണി കിട്ടി. ഇതിനകത്തില് 6 ചീട്ടായിരുന്നു എടുക്കാൻ പറഞ്ഞത്. പിന്നെ ആദില, നൂറ, അൻവർ ഇവരാണ് ഇതിലേക്ക് സെലക്ട് ആയത്. ഇവർക്ക് 15 സെക്കൻഡ് 600 പോയിന്റ്, 16 സെക്കൻഡ് 575 പോയിന്റ്, അങ്ങനെ ഇങ്ങനെ 6 ചീട്ടുണ്ട്. അതിനകത്തില് 16 പോയിന്റ് ആണ് തോന്നുന്നു എടുത്തത്. 16 പോയിന്റ് എടുത്ത്, അപ്പോ 575 പോയിന്റിന് 16 സെക്കൻഡ് കൊണ്ട് ഈ പണിപ്പുരയ്ക്കകത്ത് കയറി ഇവരുടെ ഡ്രസ്സ് എടുക്കുവോ, അല്ലെങ്കിൽ ഗ്രോസറി എടുക്കുവോ, പിന്നെ കോസ്റ്റ്യൂംസ് എടുക്കുവോ, എന്ത് വേണേ എടുക്കാം. പക്ഷെ 16 സെക്കൻഡിനുള്ളിൽ പുറത്തിറങ്ങി ഒരു ബോക്സ് ഉണ്ട്, അവരുടെ ആ ബോക്സിൽ കൊണ്ട് നിക്ഷേപിച്ച് കഴിയണം. ഇറങ്ങിയ പോലെ ബോക്സിൽ നിക്ഷേപിച്ച് കഴിയണം, അല്ലെങ്കിൽ ഈ എടുത്ത സാധനം തിരിച്ചകത്ത് പോകും. ഏതായാലും ശരി, ഇതൊന്നും അറിയാതെ പൊട്ടൻ എന്തോ കണ്ട മാതിരിയൊക്കെ ഇതെല്ലാം എടുത്ത് 16 സെക്കൻഡ് കഴിഞ്ഞ് വെളിയിലിറങ്ങി. എന്തായാലും ശരി, ആഘോഷപൂർവ്വം വന്നിരുന്ന് ബിഗ് ബോസ് പറഞ്ഞു കൺഗ്രാറ്റ്സ് കൊടുത്തിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എടുത്ത സാധനം എല്ലാം തിരിച്ചു വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഇവർക്ക് പിടികിട്ടിയത്. അങ്ങനെ ഇതിനകത്തില് മനോവീര്യം കെടുത്തുന്ന ബിഗ് ബോസിന്റെ ഓരോ പരിപാടികളുമാണ് ഇപ്രാവശ്യം ഈസി. അടുത്ത ഒരു സീസൺ വരികയാണെങ്കിൽ അയ്യോ